ഫാം ഹൗസിൽ പോയി മാൻ ഫാമിൽ. അപ്പോൾ അതിൻ്റെ ഇറച്ചി കിട്ടുവാന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ? ഇവിടെയൊക്കെ മേടിക്കണം വീട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിൽ എത്തിയിരിക്കുകയാണ്. 30 കിലോ എടുത്തിട്ട് പോവാം. ഓക്കെ, മോർണിംഗ്. മാൻ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം 3/4 ഭാഗം വേവില്ലേ, അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട് കേട്ടോ. അത് നാളെ ഒന്ന് ചൂടാക്കി കഴിച്ചാണ്ടല്ലോ എന്റെ പൊന്നെ ഒരു രക്ഷയുണ്ടായില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി കണ്ട, അതേ കിട്ടിയുള്ളൂ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരേ കഷ്ണം ഇങ്ങനെ വിറക്കി തിന്നോണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട്. സമ്മതിച്ചേനെ, അംഗീകരിക്കാം. എന്നാ മതി. സംഭവം അടിപൊളിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആലൂട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു ഫാം ഹൗസിൽ പോയി മാൻ ഫാമിൽ. അപ്പോൾ അതിൻ്റെ ഇറച്ചി കിട്ടുവാന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് മേടിക്കാൻ പോകണം. ഇതൊക്കെ കണ്ട ബോക്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിലാണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇറച്ചി മേടിച്ചിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ, മാനിനെ വളർത്തി അവിടെ നിന്ന് വെട്ടിവിൽക്കണതാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് മീറ്റ് സപ്ലൈ ആണെന്ന് നമുക്കറിയില്ല. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് ഇന്ത്യയിലല്ല കേട്ടോ, ഞങ്ങള് ന്യൂസിലൻഡിലാണ്. അവിടെ നിന്നാണ് നാനിറച്ചി എടുക്കാൻ പോണത്. മൊത്തം റോഡ് വർക്ക് ആയത് കാരണേ 30 സോണാണ് മൊത്തം. അതെ, പിന്നെ അത് പിന്നെ നാട്ടിലെ പോലെ കിടക്കണം റോഡ്. റോഡിന്റെ നീറ്റ ചെറിയൊരു പൊട്ടല് വരുമ്പോ തന്നെ ഒരു ബ്ലാസ് ചെയ്യുന്നേ. ഇതൊക്കെ ഇത്തിരി കഴിയുമ്പോ ഒന്ന് റെഡിയാക്കി ഇടും. അവിടെ കുഴി വീണ ആള് അതിനകത്ത് വീണ് കഴിയുമ്പോഴേ ക്രെയിനുമായിട്ട് വരുള്ളൂ ആളെ എടുക്കാൻ. അടിപൊളിയല്ലേ? ഇവിടെയൊക്കെ മേടിക്കണം വീട്. എങ്ങനെ മേടിക്കാനാ? പലിശ കുറഞ്ഞാലേ മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴെങ്കിലും നടക്കുന്ന ബാങ്കിന്റെ പലിശയൊന്നും കുറയാൻ പോലെന്നെ. ഡെപ്പോസിറ്റേഴ്സിന് 6% കൊടുക്കണുണ്ട്, 6%. പിന്നെ എങ്ങനെയാണ് ബാങ്ക് പലിശ കുറയ്ക്കണത്? 6ന് മേടിച്ചിട്ടാണ് അവർ 7-7.5 കൊടുക്കണത്. ഒരിക്കലും കുറയാൻ പോകുന്നില്ല.
വല്ല ലോട്ടറി അടിച്ചാൽ ഇതേപോലെ ഒരു സ്ഥലം മേടിച്ച് കുറച്ച് മാനിനെ, ആടിനെ, പന്നീനെ ഒക്കെ വളർത്തി ജീവിക്കാം. ചിക്കൻ ഫാം അല്ലേ? എനിക്ക് മുയല് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ഒരു സ്വപ്നോ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് നടക്കാനത്. പിന്നെ നമ്മള് വിചാരിക്കണ പോലെ അല്ലല്ല കാര്യം നടക്കണം. തമ്പുരാൻ വിചാരിക്കരുതേ നാളെ മുതൽ അവനൊരു ഇത് നടത്തട്ടെ എന്നിങ്ങോട്ട് വിചാരിച്ച നാളെ മുതൽ ഞാൻ അതായിരിക്കില്ല. ഇതാണ് നമ്മുടെ മാന്റെ പടമൊക്കെ ഇരിക്കണ കണ്ട. നമ്മുടെ മാന്റെ അല്ല, അവരുടെ മാന്റെ പടം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിൽ എത്തിയിരിക്കുകയാണ്. ട്രക്കൊക്കെ കിടക്കണണ്ട. ഇതൊന്നും മാനിനെ കാണാനില്ലല്ലോ. ഇല്ല, വണ്ടിയിലുണ്ട്. വെനിസൺ മീറ്റാണ് അല്ലേ? അപ്പം നമുക്കൊരു 30 കിലോ മേടിക്കാം. കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുണ്ട്. ഇന്നിപ്പോൾ കുറച്ചേ മേടിക്കാനുള്ളൂ. അപ്പോൾ 30 കിലോ എടുത്തിട്ട് പോവാം. ഓക്കെ, മോർണിംഗ്. ഇവിടെ അവര് ബോക്സിലാക്കിയാണ് തരുന്നതെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഇതും കൂടെ എടുത്തതാണ്. അല്ലെങ്കിൽ വല്ല ബ്ലഡിന്റെ അംശം ഉണ്ടെങ്കിൽ വണ്ടിയിൽ ആവുകയും. 5 കിലോത്തിന്റെ ആയിട്ടല്ലേ പാപ്പ പാക്കറ്റ് പറഞ്ഞു? 20യുടെ ഒരു ബോക്സും ഉണ്ടാകും, പിന്നെ 5 കിലോത്തിന്റെ 2 ഉണ്ടാവും. 20 വരെ അടിക്കുകയാണെങ്കിൽ നമുക്ക് അവരൊരു ബോക്സിലാക്കി തരും. അപ്പൊ 1 കിലോക്ക് $15 ഇവിടെ വില. 1 കിലോ നമ്മള് ഫസ്റ്റ് ടൈം ഇവിടുന്ന് വാങ്ങിക്കണം. അത് കാരണം 30 കിലോ എടുക്കുന്നുണ്ട്. ഇത് 20 കിലോത്തിന്റെ ഒരു ബോക്സ്. ഇത് 5 കിലോ വെച്ച് പാക്ക് ചെയ്തേക്കണം. 2 മൊത്തം 30 കിലോ. ഓക്കെ, നമുക്ക് ചെന്നിട്ട് പണി തുടങ്ങാം. എന്താ പണി? ഇന്ന് മാനിറച്ചി, മാൻ ഫ്രൈ. നമ്മള് വെനിസണൊക്കെ വാങ്ങിച്ച് എന്നാ നല്ല 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 വെയിലുള്ള ദിവസമാണ് ഇന്ന്. അതുപോലെ തണുപ്പുണ്ടല്ലേ അപ്പാ? വീടൊക്കെ നല്ല ഭംഗിയുണ്ട്. വീട് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, അവരുടെ പ്രൈവസി നമ്മൾ കളയുന്നില്ല. അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇനി നീ വീട്ടിൽ ചെന്നിട്ട് കാണാം. അതെ, അത് ഞാൻ എടുക്കാം. 20 കിലോത്തിന്റെ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചു നോക്കാം അല്ലേ? അപ്പൊ 5 കിലോത്തിന്റെ 2 പാക്കറ്റാണ് ഇത്. ഒരു പാർട്ടിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. പിന്നെ നമ്മൾ ശരിയാക്കാം. ഇതാണ് നമ്മുടേത്. അപ്പൊ നമ്മളത് മൊത്തം ശരിയാക്കിയിട്ട് പകുതി നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് പകുതിയാണ് നമ്മൾ വരട്ടിയെടുക്കാനാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത് 1 കിലോക്ക് $15 5 കിലോത്തിന്റെ പാക്കറ്റ്. ഒരു പാക്കറ്റിന് $75 ആവും. അവരുടെ ഫോൺ നമ്പർ ആ വീഡിയോയിലുണ്ടല്ലോ, ആ ട്രക്കിന്റെ താഴെ കിടപ്പുണ്ട് അവരുടെ നമ്പർ. അത് വിളിച്ചു ചോദിച്ചാൽ കിട്ടും. പിന്നെ എല്ലാ വ്യാഴാഴ്ചയാണ് അവർക്ക് സപ്ലൈ ഉള്ളത്. അപ്പൊ രാവിലെ 10 മണിയായപ്പോൾ അവിടെ ചെന്ന് സാധനം മേടിച്ചിട്ട് വന്നാണ്. ഇനി അവിടെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ. ഇപ്പൊ വണ്ടിയില്ലാത്തവരാ, അല്ലെങ്കിൽ അവിടെ പോയി പിക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പോകുമ്പോൾ മേടിച്ചു തരാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മ ഇതിൽ കൂടെ ഇങ്ങനെയെങ്കിലൊക്കെ ഓരോ ഗുണങ്ങളൊക്കെ ഉണ്ടാകട്ടെ ആൾക്കാർക്ക്. ഓരോ സാധനങ്ങൾ എവിടെ കിട്ടുമെന്നും അതിന്റെ പ്രൈസും കാര്യങ്ങളും നമുക്ക് നല്ലത് നോക്കിയിട്ടേ അത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇതിനകത്തുണ്ട്. ഇത് ന്യൂസിലൻഡിലെ കാര്യമാണിത്, നാട്ടിലല്ല, ഇന്ത്യയിലല്ല കേട്ടോ. അതെപ്പോഴും പറയേണ്ടത്. ഇത് വിഷയമുള്ള സംഭവമാണല്ലോ, മാനായതുകൊണ്ടാണ്. വെനിസൺ അല്ലേ? $15 എന്ന് പറഞ്ഞാല് അത്ര വലിയ കൂടുതലൊന്നും അല്ല. ഇപ്പൊ ബീഫ് അന്ന് നമ്മൾ ഇട്ട ബീഫ് എന്ന് പറഞ്ഞാല് 18.99. അപ്പൊ അതായത് $19 1 കിലോത്തിന്റെ ഇത്. പക്ഷെ ബീഫ് നല്ല ബീഫായിരുന്നു.
ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 15.99, 16.99 കിട്ടും. $2 കൂടുതലാണേലും നല്ല ബീഫായിരുന്നു അന്ന് മേടിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മാൻ ഇറച്ചി നല്ലതാണ്, ടേസ്റ്റിയാണ് സംഭവം. നമ്മൾ നന്നായിട്ട് ശരിയാക്കിയാൽ മതി. $15 എന്ന് പറയുമ്പോൾ നല്ലതാണ്. പുള്ളി പറയുകയും ചെയ്ത് എന്തോ ഓഫർ പ്രൈസ് ആണെന്നല്ലേ? അതെ അതായത് നമ്മൾ റീറ്റെയിലർ ചെന്ന് മേടിക്കുമ്പോൾ നമുക്ക് 20 മേല് പോയി, 26 ആയിരുന്നു കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു നമ്മൾ മേടിച്ചന്ന്. അപ്പം ഇത് നല്ല പ്രൈസ് ആണ്, നമ്മൾ കുറച്ച് മേടിച്ചു വെച്ചാൽ. അപ്പൊ പ്രൈസും കുഴപ്പമില്ല അത്ര. അപ്പൊ $15 ഈ ഒരു പാക്കറ്റിന് $75. ചെറിയ ഫാമിലിയൊക്കെയാണ് 1 കിലോ വെച്ച് 5 പ്രാവശ്യമായിട്ടൊക്കെ എടുക്കാല്ല. അതെ, ഈ 1 കിലോ ഇതൊക്കെ മേടിച്ചിട്ട് 1 മാസവും 1.5 മാസവും കൊണ്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇതൊക്കെ 2 ദിവസം നമുക്ക് 5 കിലോ എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ 3 ദിവസമോ 4 ദിവസമോ എല്ലാം ഒക്കെ കാണും. പിന്നെ ഇത് തീർന്നാലേ നമുക്ക് സമാധാനമാവുള്ളൂ. നമ്മളിപ്പോ 5 കിലോ എന്ന് നമ്മൾ പകുതി എടുക്കണുള്ളൂ അല്ലേ? അത്ര മതി. അത് മതി. പിന്നെ റെഡ് മീറ്റ് ആണ് എല്ലാവർക്കും പണി കിട്ടും കൂടുതൽ. അതെ, ഇതിൽ പേടിക്കാനുള്ളതാണ്. കാരണം കഴിച്ചോ. പിന്നെ നമ്മളെപ്പോഴും കഴിക്കണില്ല. ഇതിപ്പോ വീഡിയോ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് 2 ആഴ്ച മുമ്പ് ബീഫ് വെച്ച് ഇപ്പൊ ഇത് അങ്ങനെ കഴിക്കണത്. അല്ലെങ്കിൽ നമ്മളൊക്കെ മാസത്തിലൊന്നൊക്കെ ഇതൊക്കെ മേടിക്കാറുള്ളൂ. ബീഫൊക്കെ ഇവിടെ വന്നിട്ട് 2 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ മേടിക്കാറുള്ളൂ. നാട്ടിലെ എല്ലാ ശനിയാഴ്ചയും മസ്റ്റായിട്ട് മേടിച്ചിട്ടുള്ള സംഭവമാണ് ബീഫ് അല്ലേ? ഇവിടെ കൂടുതലും ചിക്കനാണ്. ചിക്കൻ. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി കുക്കിങ്ങിന്റെ ഇതിലോട്ട് കിടക്കാം. ഇതൊക്കെ മാറിയിട്ട് വരട്ടെ. ഓക്കെ, ഇത് ഓരോ പീസാണ്. ഇത് ആകണ്ട. അപ്പൊ ഇത് ഷെയർ ചെയ്യാനൊക്കെ സൗകര്യമാണ്. 2 കളർ ഉണ്ടല്ലേ? നല്ല ഇറച്ചിയാണ് അല്ലേ? ഇറച്ചി പീസ് മാത്രമേ ഉള്ളൂ. കവറിലിരിക്കണ നമുക്ക് കുറച്ചുള്ള പോലെ തോന്നും അല്ലേ? ഇതിപ്പോ എന്താ എത്ര പീസ് ഉണ്ടെന്ന് നോക്കട്ടെ. ചാച്ചൻ ഇതൊക്കെ കാണുമ്പോ ദേഷ്യം വരും അല്ലേ? ചാച്ചൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7. 7 വലിയ പീസും പിന്നെ അതെ ഇതേപോലത്തെ. അപ്പൊ 8 പീസ്. ഇപ്പൊ 5 കിലോ എടുത്ത് 2 പേർക്ക് കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ 4 വലിയ പീസായിട്ട് എടുത്തത്. അപ്പൊ ഇത് കട്ട് ചെയ്യാനും തൂക്കാനും പിടിക്കാനും നിൽക്കണ്ട. അപ്പൊ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വരുമ്പോൾ കാണിക്കുന്നത് ഇത്തിരി ലെങ്ത് കുറയ്ക്കാനാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഇറച്ചി ഇന്ന് നമ്മൾ കുക്കറിലല്ല കേട്ടോ വേവിക്കണം, നമ്മൾ ഈ ഉരുളി തന്നെ വേവിക്കണം. ഇതിന്റെ കറക്റ്റ് വേവ് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇപ്രാവശ്യം നോക്കി കൂടുതൽ ഇതില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോലെ നമുക്ക് പ്രഷറിന്റെ എണ്ണം കറക്റ്റ് ചെയ്ത് വേവിച്ചെടുത്താൽ മതിയല്ല. അതുകൊണ്ടാണ് അല്ലേ? അങ്ങനെ വെറുതെ കളയണ്ടല്ല. അധികം വെന്ത് പോയാ പിന്നെ ആകെ നാശകോശവും പറ്റില്ല, പൊടിഞ്ഞു കിടക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ഭാഗം അറിയാലോ. അപ്പൊ അരിഞ്ഞിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കാണാം. അതെ. അപ്പൊ നമ്മളിത് മാൻ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബ്ലഡിന്റെ അംശം പോണവരെ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പൊ കഴുകി വന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇറച്ചി വേവിക്കാൻ വെക്കാം. കുക്കറിലല്ല വെക്കണത്, ഉരുളിയിലാണല്ലോ വെക്കണത്. ഓക്കെ, ഞാൻ ക്ലീൻ ചെയ്തിട്ട് വെക്കാം. അപ്പൊ ഇറച്ചി ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ കഴുകിയെടുക്കണം. ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യം ആയിട്ടും അതിൻ്റെ ബ്ലഡിൻ്റെ അംശമുണ്ട്. ഇനി 2-3 പ്രാവശ്യവും കൂടെ കഴിയുമ്പോൾ ഇറച്ചി നല്ല ക്ലീൻ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ശരിയാക്കാം. അപ്പം നമ്മുടെ ഇറച്ചി ഇതേ നന്നായിട്ട് കഴുകി കണ്ട ബ്ലഡിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനൊരു 9-10 പ്രാവശ്യത്തോളം കഴുകിയിട്ടുണ്ട്. അപ്പോഴേ ആ ബ്ലഡിൻ്റെ അംശം മാറി കിട്ടുള്ളൂ. ബീഫിനാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ബീഫിൻ്റെ പോലെയല്ല എന്തെങ്കിലും സ്മെല്ലോ കാര്യം ഉണ്ടാവുമെന്നൊക്കെ തോന്നണവരാണെങ്കിൽ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് വിനെഗറോ എന്തെങ്കിലും ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു
എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി. ഇപ്പോൾ ആടിൻ്റെ മീറ്റൊക്കെ ആണെങ്കിലും ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാറാനായിട്ട് വിനാഗിരിയും പിന്നെ നാരങ്ങാനീര്. നാട്ടിലാണെങ്കിൽ കള്ള്, നല്ല ചെത്തുകളിലൊഴിച്ച് കഴുകിയെടുത്താൽ ആ മണം പോവും എന്നാ പറയണം. പിന്നെ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കള്ളൊക്കെ നല്ല ഐറ്റമാണ്, അത് മിക്സ് ചെയ്ത് കഴുകിയെടുക്കാം. എന്നിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇവിടെ കള്ളിൻ്റെ ഇതൊന്നും കിട്ടിയല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേ രക്ഷയുള്ളൂ. അപ്പോൾ നമ്മളിനി ഇത് ഇറച്ചി വേവിക്കാൻ പോവുകയാണ്. കുക്കറിൽ വെച്ചല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഉരുളി വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അതെ, ഒരു 5-8 ഇത് 4-5 കിലോ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 5-8 പച്ചമുളക്. ഈ പച്ചമുളകിന് ഭയങ്കര എരിവാണ്, അപ്പോൾ അതൊക്കെ മതി. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഇടാനില്ല, വെളുത്തുള്ളി ഇടാനുള്ള ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇതിന് ശരിക്കും വേണ്ടത്, ഇച്ചിരി കൂടുതൽ. കുറച്ച് ഗരം മസാല, വിനെഗർ ഒരു 2-3 സ്പൂൺ അതൊഴിക്കാം. രണ്ട് 3 സ്പൂൺ വെളിച്ചെണ്ണ. ഇത് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും, എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേ. അതിനാണ് വെളിച്ചെണ്ണ. ഇനി ഈ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. അപ്പം അത് മതി. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത്, സ്പൂണൊന്നുമല്ല, പറ്റുമെങ്കിൽ കൈ നന്നായിട്ട് ക്ലീനാക്കി കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. എന്നാലേ എല്ലാത്തിലും പിടിച്ച് കണ്ടീഷനായിട്ട് വരുള്ളൂ. വേപ്പിലയൊക്കെ നന്നായിട്ടുണ്ട്. ഇവിടെ ഇത്തിരി വേപ്പിലയുടെ അഭാവം ഉള്ളത് കൊണ്ടാണ് കുറച്ചിട്ടത്. ഇത് നല്ല അടിപൊളി സംഭവമായിരിക്കും. ഇത് ശരിയാക്കി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കും. ഇത് ഇങ്ങനെ തന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാ സാധനവും ഉണ്ടല്ലോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മാത്രമേ ഇടാതെ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് സ്റ്റൗ ഓണാക്കി നമ്മൾ മൂടി വെച്ച് വേവിക്കാം. ഇതിൻ്റെ വേവെന്ന് പറഞ്ഞാൽ ഇറച്ചി വേകണത് വരെ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. കുക്കറിൽ വെച്ച് അഥവാ വെന്ത് പോയാൽ പിന്നെ അത് മൊത്തം അലമ്പാകും. അത് കാരണമാണ് ഇങ്ങനെ വെച്ചത്. അത് ഇളയ മാനാണോന്ന് അറിയാൻ പറ്റില്ല, നമുക്കറിയില്ല. പുള്ളിനോട് ചോദിക്കാനും മറന്നുപോയി. അത് തന്നെയല്ല, പുള്ളിക്കും അറിയാൻ വഴിയില്ല. കാരണം കൊണ്ടുപോയവരോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കി ഇത് വേവിക്കാവുള്ളത്. അല്ലെ നിങ്ങളിട്ട് 8 വിസിലൊക്കെ ചീറ്റിച്ച് വന്നിട്ട് ചിലപ്പോൾ ഇത് സംഭവം കലങ്ങിപ്പോവും. പിന്നെ പായസം അല്ലെ സാമ്പാറോ വല്ല വെക്കേണ്ടി വരും, മാൻ സാമ്പാർ. അപ്പൊ അതങ്ങനെ. അപ്പൊ നമ്മൾ ഈ കറി ശരിയാക്കി നമ്മൾ ഇന്നൊന്ന് ഫിഷിങ്ങിന് പോകുന്നുണ്ട്. അത് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയണമെങ്കിൽ വീഡിയോ ആയിട്ട് ഇടും, ഇല്ലെങ്കിൽ ഇല്ല, ആരും അറിയില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഇറച്ചി വെന്ത് കഴിയുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. അതാ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി, ഇനി അതിൽ കിടന്ന് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നെ നല്ല സ്മെല്ലുണ്ട്. വെയിറ്റ് ചെയ്യണം, നമ്മൾ വേഗണത് നോക്കിയിരിക്കണം. അപ്പം ഇറച്ചി പൊടിയാതെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എന്ത് പരിപോയെന്ന് നോക്കാം കേട്ടോ. വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. നമുക്കിനി ഇറച്ചിയുടെ വേവ് നോക്കാം. നമുക്കൊരു 3/4 ഭാഗത്തോളമൊക്കെ വെന്താൽ മതിയേ. അത് കഴിഞ്ഞ് പിന്നെ ഇറച്ചി വരട്ടുമ്പോൾ വെന്തോളും. അതിന് നമ്മളിപ്പോൾ വെന്താന്ന് എങ്ങനെ നോക്കും? ഇപ്പോൾ തിന്ന് നോക്കാൻ മടിയുള്ളവരാണ് എടുക്കുക, ചൂടാറാൻ വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ കീറി നോക്കണം. കണ്ട, അപ്പോൾ ഏകദേശം 3/4 ഭാഗമൊക്കെ വേവായിട്ടുണ്ട്. കണ്ട, പോരുന്നുണ്ട്. കണ്ട, അപ്പോൾ കൈകൊള്ളാം. അപ്പോൾ ഇതൊന്ന് വെള്ളം പറ്റട്ടെ, എന്നിട്ട് നമുക്ക് മസാല അടിക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇറച്ചിയൊക്കെ ഏകദേശം 3/4 ഭാഗം വേവില്ലേ.
അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട് കേട്ടോ. അത് വെള്ളം ഞാൻ പറ്റിക്കാനായിട്ടാണ്. അത് നമുക്ക് ആ മസാല സെറ്റായി കഴിയുമ്പോൾ അതൊന്ന് നല്ല സെറ്റാകാൻ വേണ്ടി ഇച്ചിരി ഇതിൻ്റെ ആ സൂപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ വെച്ചേക്കണതാണ്. ഇനി ഇത് കോരി ഇതിലോട്ട് മാറ്റാനായിട്ട് ഇതിൽ തന്നെ നമുക്ക് മസാല സെറ്റ് ചെയ്തെടുക്കാം, ഉരുളിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് കോരിയിട്ടെ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇറച്ചിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല സെറ്റ് ചെയ്ത് ഇറച്ചി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഇതേ ഉരുളി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉരുളി തന്നെ ആകുമ്പോൾ എല്ലാവർക്കും കാണാനും ഒക്കെ സൗകര്യമായിരിക്കുമല്ലോ, അതാണ് ഉരുളിയിലാക്കിയത്. അപ്പോൾ നമ്മുടെ എണ്ണ അതേ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ ഉണ്ടാവും പെരിഞ്ചീരകത്തിൻ്റെ. അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് ഇതിനകത്തിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇതേ വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളകൊക്കെ അതിൽ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലുള്ള കാരണം 3-4 എണ്ണം കൂടെ ഇട്ടതാണ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള വാടാനായിട്ട് കുറച്ച് നേരം എടുക്കുമല്ലോ. അപ്പോൾ എന്താ ചെയ്യണത്? അതായത് ഞാൻ ക്യാമറമാൻ മാറിയിട്ടാ, മഹിമയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പുള്ളിക്കാരത്തി ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഇപ്പം അല്ലുവാണ് ക്യാമറ കൈകാര്യം ചെയ്യണത്. അപ്പോൾ അല്ലു നമ്മുടെ പഴയ കളകളോന്നങ്ങനെ പറഞ്ഞാലേ, ഇളമിളകുമൊരരിയിൽ ഇലകളിൽ ഒരു കുള്ളിൽ ഒരു പുളകം, കരളിലും അലരീതൽ ഉതിരുമൊരു അളികുല മിളകിയ ചുരുളലകം. അത് സ്പീഡിൽ പറഞ്ഞാൽ മതി, ചിരിപ്പിക്കല്ലേട്ടാ. ഒന്നും കൂടെ പറയാം. കളകളമിളകുമൊരരിവിയിൽ അലകളിൽ ഒരു കുള്ളിൽ ഒരു പുളകം, കരളിലും അലരീതൽ ഉതിരുമൊരു അളികുല മിളകിയ ചുരുളലകം. ഒരു രസം. അപ്പം നമ്മൾ സവാളയിൽ ഉപ്പിട്ടിട്ടില്ല. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇറച്ചിക്ക് ഉപ്പിട്ടായിരുന്നില്ല. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പ് ഇട്ടാൽ മതി. നമ്മളത് വൈറ്റ് ഒണിയനയിൽ നല്ലത് റെഡ് ഒണിയനാണെന്ന് തോന്നുന്നത്. ഇത്രയും കൂടെ ടേസ്റ്റും കാര്യമൊക്കെ കൂടുതൽ ഇതിനായിരിക്കും. ഗുണം കൂടുതൽ റെഡ് ഒണിയനാണ്. ടേസ്റ്റിലും റെഡ് ഒണിയനായിരിക്കും നല്ലത്. നമ്മുടെ സവാള ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ഒരു 5 എണ്ണം ഇടാം, 4-5 കിലോ ഇല്ലേ. മല്ലിപ്പൊടി നമ്മൾ ചെറിയ ഇതാണ് കേട്ടോ, വലിയ സ്പൂണൊന്നുമല്ല. കുറച്ച് മസാലപ്പൊടി ഒരു 2-2.5 സ്പൂൺ ചെറുതാണ്, അതിലിട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ച് കുരുമുളക് പൊടി, സ്വല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുറച്ച് മതി. ബാക്കി നമുക്ക് ഇറച്ചി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇടണം. ഈ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും മസാലയും ഒന്നും കൂടെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നാലേ ഇറച്ചിക്ക് ടേസ്റ്റ് വരുള്ളൂ. ടേസ്റ്റ് നല്ല ഒരു മസാലയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇപ്പം നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ അതേ ഇറച്ചിയുടെ സൂപ്പില്ലേ അതിൻ്റെ ആവശ്യം വരുന്നത്. ഇതിലോട്ട് കാണിച്ച് നമുക്ക് കുറച്ച് വേണ്ട സൂപ്പ് അതെടുത്ത് ഈ മസാല അങ്ങ് മിക്സ് ചെയ്യണം. കുറച്ചും കൂടെ ഒഴിക്കാം. ഈ സാധനം വെയിറ്റുള്ള വണ്ടി
നല്ല തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വറ്റിപ്പോയിക്കോളും. അത് മതി. ഇനി നമുക്കിത് മസാല സെറ്റായി കഴിയുമ്പോൾ എല്ലാം കൂടെ ഇടാം. കണ്ടോ, പെട്ടെന്ന് തന്നെ ഇതായി. അപ്പം നമ്മുടെ മസാല ഒരു നല്ല ഇതിലോട്ട് ആ പീസിലോട്ടൊക്കെ കയറി പിടിക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കുറേശ്ശെ ഇറച്ചിയിട്ട് കൊടുക്കാം. ഇന്ന് ഓഫ് ചെയ്തായിരുന്നു, അത് വേണം. ഇനി നമുക്ക് എല്ലാ മീറ്റും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കിടന്നാൽ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റില്ല. മസാല പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെക്കാം, ബാക്കി കുറച്ചെടുത്ത് മാറ്റി വെക്കാം. എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് മസാല എല്ലാത്തിലും അങ്ങോട്ട് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വരട്ടിയാൽ മതി. കുറച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം, എന്നാലും നല്ല കറക്റ്റായിട്ട് വരട്ടി കിട്ടുള്ളൂ. അടിപൊളി നല്ല ഗുണമുള്ള സാധനവും. അപ്പോൾ നമ്മുടെ ഇറച്ചിയിൽ മൊത്തം മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റാൻ പോവുകയാണ്. എന്നാലേ നമുക്ക് ബാക്കിയുള്ളത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. മാറ്റി വെക്കണം, നമുക്ക് വേറൊരു ദിവസം എടുക്കാം. മതിയാവും. ഇനി ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ പകുതിയേ ആയിട്ടുള്ളൂ, ഫൈനൽ സ്റ്റേ ആയിട്ടില്ല. എന്നാലും നമുക്ക് മസാലയും ഉപ്പ് കാര്യങ്ങൾ ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത് അനുസരിച്ച് വേണം ഇനി അടുത്ത ഐറ്റംസൊക്കെ ഇടാനായിട്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. കുറച്ചും കൂടെ ഉപ്പ് വേണം. പിന്നെ നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ അതനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാം സെറ്റാണ്. അപ്പോൾ അമ്മക്ക് ഇടയ്ക്ക് ഒക്കെ ഇടാം. അപ്പോൾ കുറവുള്ള ഇച്ചിരി ഉപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ വരണ്ട് വരുമ്പോഴേ ആ എണ്ണയ്ക്ക് തന്നെ വേറെ ഒരു ടേസ്റ്റും കളറും അല്ലേ. ഒരു ബ്ലാക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. അത് അടി പിടിക്കാണ്ട് താഴെ കട്ടിയിലേ ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ അത് മൊരിയട്ടെന്ന് ഓർത്തിരിക്കുമ്പോൾ അത് കരിഞ്ഞിരിക്കും. ഇങ്ങനെ നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി നല്ല രീതിയിൽ വരട്ടിയെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇടയ്ക്ക് എണ്ണ വേണമെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് നമ്മൾ കുറച്ച് മസാലയും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് മസാലപ്പൊടിയും കൂടെ അങ്ങോട്ടുണ്ട്, കൂടുതലല്ല കുറച്ച്. അപ്പോൾ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ ആ പീസിന് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ മസാല മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഫൈനൽ സ്റ്റേജ് ആകാറായി. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളതാണ്, ഈ ഇറച്ചി എങ്ങനെയാണ് ബ്ലാക്ക് കളറാക്കണമെന്ന്. അതൊന്നുമില്ല, ഈ എണ്ണയിൽ കിടന്ന് ഇതിങ്ങനെ മൊരിഞ്ഞ് വരും. ആ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കളറ് മാറിക്കോളും, ബ്ലാക്ക് കളറാവും. പിറ്റേ ദിവസമൊക്കെയാണ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണമെങ്കിൽ നല്ല ബ്ലാക്ക് കളറായിരിക്കും. നമുക്കത് വെക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് തന്നെ ട്രിക്ക്. കുരുമുളക് പൊടി
ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ടാണ് ഇത് ബ്ലാക്ക് കളറാക്കി എടുക്കുന്നത്. അതിപ്പോൾ പോർക്കിനായാലും ബീഫിനായാലും ഇതുമെല്ലാം ഒരു ഇതാണല്ലോ, അതങ്ങനെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഈ അടിവശം എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇപ്പം ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ, നല്ല ഇതായി സംഭവം. നന്നായി മൊരിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. നമ്മൾ അധികം മൊരിക്കണില്ല, അധികം മൊരിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. ഞാൻ പറഞ്ഞ ഇതിൻ്റെ എണ്ണയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇറച്ചിയുടെ നെയ്യില്ലേ, അതിൻ്റെ ഇത് ഉണ്ടെങ്കിൽ ഇപ്പോൾ വരും. കണ്ട ഇതിൻ്റെ കളർ കണ്ട, ഇതാ എണ്ണയും പിന്നെ ഇതിൻ്റെ ആ നെയ്യുടെയും കൂടെ, അത് നല്ല ഒരു ടേസ്റ്റാണത്. ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ. ഇനി അത് ഇതിലുണ്ടല്ലോ എന്തായാലും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കും. വേപ്പില കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ വേപ്പില തീർന്നിരിക്കുന്നു, അതുകൊണ്ട് വേപ്പില ഇല്ല. നല്ല സ്മെല്ലാണ്. കണ്ട കളറൊക്കെ കണ്ട. ഇത് നാളെ ഒന്ന് ചൂടാക്കി കഴിച്ചാണ്ടല്ലേ എൻ്റെ പൊന്നെ ഒരു രക്ഷയുണ്ടായില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല, നമ്മളത് ഇപ്പൊ തൊട്ട് തുടങ്ങുമ്പോൾ. ഓക്കെ, മാറ്റി. അപ്പൊ ഇത് നമ്മളിപ്പോ സെറ്റാക്കിയത്, അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ളത്. അത് നമുക്കിത് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. നമ്മൾ ഉടനെ ഒന്നും എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് മോശമാകാതെ ഇരുന്നോളൂ. ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എടുത്ത് ഇതേപോലെ ആക്കിയെടുക്കണം. കണ്ട, അപ്പോൾ ഓക്കെ, നല്ല സെറ്റാണ്. ഇനി നമ്മൾ ഫിഷിങ്ങിന് പോകാൻ പോവുകയാണ്. നമ്മൾ പോയിട്ട് വന്നിട്ടാണ് ടേസ്റ്റ് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ആപ്പാടെ കിട്ടിയത് കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ പോകാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആ മോട്ടലിലൊരു ഫാമിലി വന്ന് ഇപ്പം ഉണ്ട്, ഒരു പഞ്ചാബിൽ നിന്നുള്ള ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് വണ്ടി കാറൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം പിള്ളേർ ബോറടിച്ചിരിക്കുകയാണ് 1-2-3 ആഴ്ചയായിട്ട്. അപ്പോൾ അത് കാരണം അവരൊക്കെ ആയിട്ടൊന്ന് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഒന്ന് ചൂണ്ടേ വിട്ട് നോക്കിയതേ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി. കണ്ട, അതേ കിട്ടിയുള്ളൂ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാലേ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. പിന്നെ കറിയൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുകയായിരുന്നു. അതേ ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കണം. ഓക്കെ, പിന്നെ അവർക്കും കൊടുക്കണമല്ലോ നമുക്ക് ഇച്ചിരി. നമ്മളെ ആ ഫാമിലിക്കും കുറച്ച് കൊടുക്കണം ടേസ്റ്റ് നോക്കാൻ. ചൂടായിട്ട് നന്നായിട്ട്. അപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ കുറെ നേരമായിട്ട് ടേസ്റ്റ് ചെയ്യണത്. ഇവള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ അറിയാണ്ട് ഇങ്ങനെ ഒരേ കഷ്ണം ഇങ്ങനെ പെരക്കി തിന്നിട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് നോക്കാം. ഞാൻ ഒന്നും പറയുന്നില്ല. പപ്പ കഴിച്ചിട്ട് പപ്പ പറയണില്ലെന്ന് പറഞ്ഞാൽ എനിക്കിതാ അത് കുഴപ്പമില്ല. ഉണ്ട്, എങ്ങനെയുണ്ട് സമ്മതിച്ചേനെ അംഗീകരിച്ച സംഭവം അടിപൊളിയാണ്. ഇതേപോലെ വേണം. നമ്മള് കുറച്ചു നേരം ഗ്യാപ്പ് ഇട്ടല്ല, 2 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അവിടെ ചൂണ്ടയിടാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഒന്നും കൂടെ ചൂടാക്കി എടുത്തപ്പോഴേ അടിപൊളിയായി.
അപ്പൊ മാനിറച്ചി. അപ്പൊ ഞാൻ പറഞ്ഞ ന്യൂസിലൻഡിൽ ആർക്കെങ്കിലും മേടിക്കാൻ പോകാൻ പറ്റാണ്ടുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം. ഒരു കുഴപ്പമില്ല, ഇവിടെ വന്ന് പിക്ക് ചെയ്താൽ മതി. ഞങ്ങള് വാങ്ങിക്കുമ്പോ എന്തായാലും അടുത്ത ആഴ്ച ഒന്നും കൂടെ പോണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ ഇതിന്റെ മാനിന്റെ റെസിപ്പിയാണ്. പരിചയക്കാർ കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും. ഓക്കെ ബൈ. ബൈ.